ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ കരാർ ജൂൺ മാസത്തോടെ അവസാനിക്കാനിരിക്കെ മാത്യു കുഴൽനാടൻ MLA അലംഭാവം വെടിഞ്ഞ് രംഗത്ത് വരണമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഏകോപനമില്ലാതെ വന്ന സാഹചര്യത്തിലാണ് LDF മുന്നിട്ടിറങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു. നഗര റോഡ് വികസനത്തിന്റെ കരാർ ജൂൺ മാസത്തോടെ അവസാനിക്കാനിരിക്കെ മാത്യു കുഴൽനാടൻ MLA അലംഭാവം വെടിഞ്ഞ് രംഗത്തു വരണമെന്ന് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സ്തംഭനാവസ്ഥ വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ദഗതിയിൽ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. കേസ് കൊടുത്തത് മൂവാറ്റുപുഴയിലെ തന്നെ വികസനത്തിൽ താല്പര്യമുള്ള വ്യക്തികളുടെ സംഘടനയായ മൂവാറ്റുപുഴ ഡെവലപ്മെൻറ്റ് അസോസിയേഷനാണ്. ആ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ കൊടുത്ത കേസിൽ KRF കൊടുത്ത അഫിഡവിറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനമില്ലായ്മയാണ് ഈ റോഡ് നിർമ്മാണം ഇങ്ങനെ മന്ദഗതിയിലോ അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലോ ഒക്കെ കിടക്കാൻ കാരണമെന്ന് വ്യക്തമായി പ്രതിപാദിക്കപ്പെടുന്നു. ആ അഫിഡവിറ്റിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം MLA നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ കേട്ടു, അങ്ങനെ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടില്ല എന്നാണ് MLA പരാമർശിച്ചതായി ഞാൻ കേട്ടത്. പക്ഷേ അഫിഡവിറ്റ് ഞങ്ങളുടെ കൈവശമുണ്ട്. അത് ഡോക്ടർ അഡ്വക്കേറ്റ് റാംമോഹനായിരുന്നു അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ കോപ്പി, അഫിഡവിറ്റിൻ്റെ കോപ്പി ലഭിച്ചിട്ടുണ്ട്. ആ കോപ്പിയാണ് ഞങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും 4 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം അനിവാര്യമാണ് ഈ റോഡ് നിർമ്മാണം നടക്കണമെങ്കിൽ. ഒന്ന് BSNL, 2 KSEB, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, റവന്യൂ. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനമില്ലാതെ ഈ റോഡ് വികസനം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ പ്രധാന റോള് വഹിക്കേണ്ടത് BSNL ആണ്. ആ BSNLന് കഴിഞ്ഞ 1.5 വർഷക്കാലമായി അവർ നൽകിയ കത്തിനുള്ള മറുപടി പോലും ഇന്നേ വരെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്ഥലത്തെ MLAക്കാണ്. MLA ആ ഏകോപനം നടത്താൻ പരാജയപ്പെട്ടാൽ കളക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ കൊണ്ടോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ യോഗം വിളിക്കാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്ത് അതിന് നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. ഞാനൊക്കെ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ തങ്ങൾ വികസനത്തിനെതിരല്ലെന്നും മൂവാറ്റുപുഴയുടെ വികസനത്തിന്റെ ഏറിയ പങ്കും LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ് നടന്നതെന്നും MLAയുടെ വാദത്തിന് മറുപടിയായി നേതാക്കൾ പറഞ്ഞു. 2009 ഡിസംബർ 9 അംഗീകരിച്ചിട്ടുള്ള അലൈൻമെന്റ് അനുസരിച്ചാണ് നഗര റോഡ് വികസനം നടക്കേണ്ടിയിരുന്നത്. ഇതനുസരിച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്നം വരെ 20 മീറ്റർ വീതിയിൽ MC റോഡും 15 മീറ്റർ വീതിയിൽ TB റോഡ്, പ്രസ് ക്ലബ് റോഡ്, YWCA റോഡ് എന്നിവയും വികസിപ്പിക്കാനുള്ള പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. കൂടാതെ 20 മീറ്ററിന് വെളിയിൽ കച്ചേരി താഴത്ത് 3ഉം അരമനപ്പടിയിൽ ഇരുഭാഗത്തും 1 വീതവും ബസ് ബേകളും നിർമ്മിക്കേണ്ടതുണ്ട്. ഇതനുസരിച്ചുള്ള സർവേ പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം 2013 പൂർത്തിയായതുമാണ്. എന്നാൽ DPRൽ മാറ്റം വരുത്തി MC റോഡിന്റെ വികസനം PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെ പരിമിതപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യങ്ങൾ പഠിക്കാനോ പരിഹാരം കാണാനോ MLAക്ക് കഴിഞ്ഞ 3.5 വർഷമായിട്ടും സാധിച്ചിട്ടില്ലെന്നും LDF നേതാക്കൾ കുറ്റപ്പെടുത്തി. എപ്പോഴും ഒരു MLA പറയാതെ ഒരു മന്ത്രിയും ഒരു സ്ഥലത്തും ഒരു അവലോകന യോഗവും വിളിക്കില്ല. ഒരു സ്ഥലത്തും വിളിക്കില്ല. കാരണം മന്ത്രിക്ക് അങ്ങനെ കയറി വിളിക്കാൻ നോക്കില്ല. അതൊരു പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമുണ്ട്. MLA ആണത് പറയേണ്ടത്. ഇങ്ങനെ ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ യോഗം ഒന്ന് വിളിക്കണം, ഒന്ന് കൂടണമെന്ന് പറയണം. പക്ഷേ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ആകെ കിട്ടിയത് 5 ഈ നഗരങ്ങളിലെ ഓരോ കോടിയുടെ റോഡ് മാത്രമാണ്. കേവലം 5 കോടി രൂപ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നിയമസഭയിൽ പ്രസംഗം മുഴുവൻ നിങ്ങൾ പരിശോധിച്ചില്ലേ? എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ ആക്ഷേപമൊന്നുമില്ല. പക്ഷെ നമ്മുടെ മണ്ഡലത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളെല്ലാം കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു MLA ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇവിടെ ഫണ്ട് കിട്ടിയിട്ടില്ല, ഇന്ന സ്കീമിന് ഫണ്ട് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ? അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു ആക്ഷേപം എന്താ,
മൂവാറ്റുപുഴയിൽ ഇപ്പോൾ നെഹ്റു പാർക്കിൽ നിന്ന് പുളിഞ്ചോട്ടിലേക്ക് ഒരു റോഡിൻ്റെ പദ്ധതി ഈ 5 എണ്ണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉൾപ്പെടുത്തിയത് നേരത്തെ തന്നെ ഞങ്ങളിങ്ങനെ യോഗം ചേർന്ന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തുകൊള്ളാം എന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തി എന്നാണ് ആക്ഷേപം ഉന്നയിച്ചത്. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് വളരെ വിനയത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹം എഴുതി കൊടുത്ത റോഡാണോ ഈ 5 എണ്ണം? മൂവാറ്റുപുഴയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും AXCയെയും വിളിച്ചുകൊണ്ടുപോയി നേരിട്ട് ഈ റോഡുകൾ കാണിച്ചു കൊടുത്ത് ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവരെഴുതി കൊടുത്ത് വന്ന 5 റോഡുകൾ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനമില്ലായ്മയാണ് തടസ്സമെന്ന് ഇതു സംബന്ധിച്ച് KRFB ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകുകയും ചെയ്തു. വൈദ്യുതി ലൈൻ മാറ്റുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും BSNLന്റെ PTCC അപ്രൂവൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ ലൈൻ ചാർജ് ചെയ്യാനാകില്ല. ഇതിനായി 54 ലക്ഷം രൂപയുടെ പ്രൊപ്പോസൽ 1.5 വർഷം മുൻപ് BSNL സമർപ്പിച്ചെങ്കിലും KSEB പരിഗണിച്ചിട്ടില്ല. വാട്ടർ അതോറിറ്റിക്കാകട്ടെ പൈപ്പുകൾ മാറ്റണമെങ്കിൽ കാനയുടെ നിർമ്മാണം തീരണം. ഭൂമി ഏറ്റെടുക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്ത 3 ഇപ്പോഴും കാനകൾ ബന്ധിപ്പിക്കാനുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനും സാധിക്കുന്നില്ല. ഇത്തരം സാഹചര്യത്തിലാണ് LDFന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിനായി മുന്നിട്ടിറങ്ങിയതെന്നും നേതാക്കൾ പറഞ്ഞു. മുൻ MLA ബാബു പോൾ, PM ഇസ്മയിൽ, അനീഷ് മാത്യു തുടങ്ങിയവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി IELTS, ജർമ്മൻ, OET, PTA മുതൽ എല്ലാ കോഴ്സുകളും വെറും 5000 രൂപയ്ക്ക്. ഈ ഓഫർ ആദ്യത്തെ 50 രജിസ്ട്രേഷനുകൾക്ക് മാത്രം. ഭാമാസ് റൂട്ട്സ് അക്കാഡമി, ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം.